കാൽവരി വീടുകളിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 29-ാം സങ്കീർത്തനം 4-ാം വാക്യം. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദത്തെ ഇടിമുഴക്കത്തിലൂടെ ജനം തിരിച്ചറിയുന്നു. ഭൂമിയിലെ മറ്റു ദേവതകളുടെ മേൽ അധിശത്വം സ്ഥാപിക്കുന്ന ദേവൻ്റെ ശബ്ദമായി അതിനെ സങ്കീർത്തകൻ കരുതുന്നു. അധികാരിയായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിനും അനുഭവിക്കുന്നതിനും അറിയുന്നതിനും ഇത് സാധ്യമായിത്തീരുന്നു. യഹോവയുടെ വ്യക്തിത്വത്തെയും അവിടുത്തെ ശക്തിയെയും അറിയുന്ന മുഖാന്തരമായി ഇതിനെ സങ്കീർത്തകൻ കാണുകയാണ്. ഈ ശക്തിവിശേഷത്തെ അറിയുന്ന മനുഷ്യൻ തങ്ങളില്ലാത്ത സാധ്യതകളെ ഈ സാന്നിധ്യത്തിൽ തിരിച്ചറിയുന്നു. നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന സാധാരണ ശക്തികളെ കാണാനും അവയെ ആരാധിക്കാനും അതുമൂലം മനുഷ്യ കേന്ദ്രീകൃത ഉണ്മകളെ കണ്ടെത്തുവാനും ഇത് കാരണമായിത്തീരുന്നു. എന്നാൽ ദൈവിക പ്രഭാവത്തെ അറിയുന്ന മനുഷ്യൻ മനുഷ്യ കേന്ദ്രീകൃതമല്ലാത്ത ആദ്യത്തെ ശക്തികളുമായി ബന്ധപ്പെടുകയും ആ ശക്തിയുടെ പ്രഭാവത്തിൽ ദൈവത്തെ ആരാധിച്ച് കർമ്മനിരതനാവുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ, നിൻ്റെ ശക്തി അനുഭവിപ്പാൻ ഈ നാളുകൾ ഞങ്ങൾ ഇടയാക്കണം. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.